ഇന്ന് നമുക്ക് ഒരു വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. സാൻഡ്വിച്ച് നമുക്ക് വെജ് കൊണ്ടും അതുപോലെ തന്നെ നോൺ വെജ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനൊരു സൂപ്പർ വെജ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ആ കളറൊക്കെ കാണുമ്പോൾ നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടാണ്. അതോടൊപ്പം തന്നെ എടുത്തിരിക്കുന്നത് ഗോതമ്പിൻ്റെ ബ്രെഡാണ്. വളരെ ഹെൽത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ആ ബീട്രൂട്ട് ഒന്ന് അതിൻ്റെ ആ തൊണ്ടൊക്കെ കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് അരക്കപ്പ് നല്ല കട്ട തൈരാണ് വേണ്ടത്. പുളി കുറവുള്ള നല്ല കട്ട തൈര് എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തു. ഇനി നമുക്കതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ തൈരും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ആ ബീട്രൂട്ടിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാം. കണ്ടോ, വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇതുപോലെ ഈ രീതിയിലൊരു സാൻഡ്വിച്ച്? ഇല്ല എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. അതിനുശേഷം ഞാൻ ബ്രെഡ് പീസ് എടുത്തു. ബ്രെഡ് പീസിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്കൊന്നിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. എല്ലാ സ്ഥലത്തും വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് നിരത്തി ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം മറ്റേ പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അവിടെ കൂടി ഞാൻ തേച്ചു. അതിനുശേഷം നമ്മൾക്ക് മറ്റേ പീസ് ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. ആ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾക്ക് ഒന്ന് മൊരിച്ചെടുക്കണം. അതിനായിട്ട് തന്നെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ അങ്ങ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഞാൻ പിന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിച്ച് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാം. നമുക്കൊക്കെ മുതിർന്നവർക്കൊക്കെ ബട്ടർ അത്രമാത്രം കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. പക്ഷേ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ പാടല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് ആ ഒരു ഭാഗം നന്നായിട്ട് മൊരിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് മറുഭാഗം കൂടി നന്നായിട്ട് മൊരിച്ചെടുക്കാം. 2 ഭാഗവും നന്നായിട്ട് മൊരിക്കാം. അത് ആ ചൂടിൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ബീട്രൂട്ടും ഒക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നതിനായിട്ട് രാവിലെ പോകേണ്ട സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സമയം കുറവുള്ള ദിവസങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ ഈവനിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ഡിന്നറിനാണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇത് ഗോതമ്പിൻ്റെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റും ആണ്. ബീട്രൂട്ടും ഗോതമ്പും അതുപോലെ തന്നെ തൈരും ഒക്കെ നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മളിങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കി നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുക. നമ്മൾ വൈകുന്നേരമൊക്കെ അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. ബേക്കറിയിൽ നിന്നൊക്കെ ഉള്ള സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ നമുക്കറിയാമല്ലോ അതിനകത്തൊക്കെ കെമിക്കലാണ്. എണ്ണ പലഹാരമാണെങ്കിൽ വീണ്ടും ചൂടായ എണ്ണയിലിട്ടാണല്ലോ അവരുണ്ടാക്കുന്നത്. അപ്പം നമ്മൾ വീടുകളിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് നെയ്യൊക്കെ തേച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ മുതിർന്നവർക്കും ഒക്കെ നമുക്ക് ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ
ഏത് സമയം വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ വെജിറ്റബിളൊക്കെ നമ്മുടെ ഉള്ളിൽ ചൊല്ലുകയും ചെയ്യും. ഈ രീതിയിൽ നമ്മൾക്ക് കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മുരിച്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ വീട്ടിലുള്ള ബ്രെഡ് മാത്രം വാങ്ങിച്ചാൽ മതി. ബീട്രൂട്ടും തൈരൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ. ബീട്രൂട്ട് നമ്മൾ വീട്ടിൽ വെജിറ്റബിൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ തൈര്, നമ്മൾക്ക് നല്ല കട്ട തൈര് വേണമെങ്കിൽ നമ്മൾക്ക് മിൽക്കി മിസ്റ്റിൻ്റെ തൈര് വളരെ നല്ലതാണ്. ഇല്ല എങ്കിൽ നമ്മൾക്ക് പാല് ഉറവെച്ച് നമ്മൾ കട്ട തൈര് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ രീതിയിൽ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടോ, അങ്ങനെ ഞാനത് എല്ലാം ഉണ്ടാക്കി വെച്ചു. ഇനി നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ച് വയ്ക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഉള്ളിലുള്ള ആ ബീട്രൂട്ടിൻ്റെ കളറും ഒക്കെ കാണുവാനായിട്ടും അത് കണ്ടാൽ തന്നെ നമ്മൾ കഴിച്ചു പോകുമല്ലേ. വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തിൻ്റെ കളറാണെന്നൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ. അവർ നോക്കുമ്പോൾ നല്ല കളറുണ്ട്, എന്നാൽ കെമിക്കലില്ലാത്ത കളറും അല്ലേ. നമ്മൾക്ക് ഒരു സമാധാനം, അവർക്ക് സന്തോഷവും അല്ലേ. ഈ രീതിയിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉണ്ടോ. അങ്ങനെ 2 പീസാക്കി മുറിച്ചു. അങ്ങനെ എല്ലാം ഞാൻ അങ്ങനെ മുറിച്ച് നമ്മൾ കത്രിക കൊണ്ട് ഇതുപോലെ ഈ രീതിയിൽ മുറിക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് മുറിക്കാൻ പറ്റും. ഇനി കത്തി കൊണ്ടാണ് മുറിക്കുന്നതെങ്കിൽ എനിക്ക് കത്തി കൊണ്ട് മുറിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം എനിക്ക് ഇതുപോലെ കത്രിക കൊണ്ട് മുറിക്കുന്നതാണ്. നന്നായിട്ട് മുറിഞ്ഞു പോയത് കൊണ്ട് തന്നെ ഇച്ചിരി മുറിക്കാനായിട്ട് കത്തി കൊണ്ട് മുറിക്കാനായിട്ട് ചിലപ്പോൾ കടന്നു പോകും. ഞാനതുകൊണ്ട് തന്നെ കത്തി കൊണ്ട് മുറിച്ചതിന് ശേഷം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ കത്രിക കൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റായിട്ട് മുറിച്ചെടുത്തു. നിങ്ങൾക്ക് എങ്ങനെ മുറിക്കാനാണ് ഇഷ്ടം? കത്രിക കൊണ്ടാണോ കത്തി കൊണ്ടാണോ? ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നല്ല ഷേപ്പിലൊക്കെ മുറിച്ചെടുക്കാം. ഉണ്ടോ. അങ്ങനെ ഞാനതെല്ലാം മുറിച്ച് വെച്ചു. അങ്ങനെ വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മളുടെ വെജ് റെഡിയായി.